വെൽക്കം ടു നൈനാസ് കിച്ചൺ. ഞാൻ ഇന്നൊരു മട്ടൻ്റെ ചോപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മട്ടൻ്റെ ഗ്രില്ല് ചെയ്യണ ഒരു ചോപ്സിൻ്റെ റെസിപ്പി. മട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഇതിന് ഒരു ഗരം മസാല ഉണ്ടാക്കണം. ഈ ഗരം മസാലയാണ് ഈ മട്ടൻ്റെ ചോപ്സിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ ഗരം മസാലയാണ് ഞാൻ ഗ്രില്ല് ചെയ്യാനും പിന്നെ നോർത്ത് ഇന്ത്യൻ കറികളും ചിലപ്പോൾ അറബിക് ഫുഡും ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ യൂസ് ചെയ്യണ ഗരം മസാല ഇതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പൊടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ബാക്കി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നാടനല്ലാത്ത ഫുഡിന് ഈ ഗരം മസാല ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുംജീരകം വേണം, ഒരു 2 ടേബിൾ സ്പൂൺ പെരുംജീരകം, ഒരു പകുതി നാരങ്ങ, പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 1.5 സ്റ്റാർ അനീസ്, എന്താ അതിൻ്റെ മലയാളം എനിക്ക് എന്താണെന്ന് അറിയില്ല, പിന്നെ ഒരു വലിയ പീസ് പട്ട വേണം, 2 കറുത്ത കുരുമുളക് 2 കറുത്ത ഏലക്ക, പിന്നെ ഒരു 8 നമ്മുടെ സാധാരണ ഏലക്ക, പിന്നെ 1 ജാതിപത്രി. ഇത്രയും സംഭവങ്ങളോടാണ് നമ്മൾ ഈ ഗരം മസാല ചേർക്കണത്. 1 ടീസ്പൂണാണ് നല്ല ജീരകം എടുത്തിട്ടുള്ളത്, പെരുംജീരകമാണ് കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളോടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 16 ഗ്രാമ്പൂ, ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഡ്രൈ ലെമൺ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ സംഭവങ്ങളും കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഓവനിൽ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൈ പാനിൽ ചെയ്യുക. അങ്ങനെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡ്രൈ ലെമണും കൂടി ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലെടുത്തിട്ട് ഇത് പൊടിച്ചു വെച്ചാൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഈ ഡ്രൈ ലെമൺ മാറ്റിയിട്ട് ബാക്കി എല്ലാ സംഭവങ്ങളും കൂടി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഗരം മസാല ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രില്ലും എല്ലാ സംഭവങ്ങളും ചെയ്യണം. ഇങ്ങനെ കുറച്ച് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ട് കൂട്ടണോ അതനുസരിച്ച് ഈ അളവിനെ മൾട്ടിപ്ലൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ആദ്യം തന്നെ ഞാൻ പൊടിക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ മട്ടനാണ് ഞാൻ ഗ്രില്ല് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി. അപ്പോൾ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ഇഞ്ച് പീസുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സംഭവങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഈ ഗരം മസാലയാണ് ഞാനിപ്പോൾ പൊടിച്ചിട്ടുള്ളത്. അപ്പം നാടൻ ഫുഡ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഞാൻ ഈ ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നാടനിൽ ഞാൻ നല്ല ജീരകം ചേർക്കാറില്ല. അപ്പോൾ ഇതിലാണ്. അപ്പോൾ ഇതിൽ ഈ നമ്മൾ കറുത്ത ഏലക്കായും പിന്നെ ഈ നമ്മുടെ ഉണങ്ങിയ നാരങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും. നമ്മൾ നോർമലുള്ള ഗരം മസാലയുടെ ഒരു സ്മെല്ലായിരിക്കില്ല. അപ്പോൾ ഗ്രില്ല് ചെയ്ത് വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ പിന്നെ വേണ്ടത് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് വേണം, പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ വേണം, ഇനി 1 ടേബിൾ സ്പൂൺ തൈരും കൂടി വേണം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നന്നായിട്ട് ഫൈനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ ഈ 3/4 കിലോ മട്ടനാണ്. നമ്മൾ റിബ്സിനെ ഈ രീതിയിൽ കട്ട് ചെയ്ത് മേടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ മട്ടൺ ചോപ്സ് എന്ന് പറഞ്ഞിട്ട് ട്രെയിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് നമ്മുടെ മട്ടണിൽ ചേർത്ത് പിടിപ്പിക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ അരച്ചെടുക്കുക. ഇപ്പം ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലെല്ലാം നന്നായിട്ട് ഫൈനായിട്ട് അരക്കുക. തൈരും കൂടി ചേർക്കുന്നതുകൊണ്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടും. എന്നിട്ട് നമുക്ക് ഈ മട്ടൻ്റെ ചോപ്സിലേക്ക് നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ മട്ടൻ്റെ ചോപ്സിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് 2 മെത്തേഡ് ചെയ്യാം. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് വിനിഗറും കൂടി ചേർക്കുക. പക്ഷെ ഇത് മട്ടൺ ആണല്ലോ, അപ്പോൾ ഒരുപാട് പുളി വേണ്ടാത്തതുകൊണ്ടും പിന്നെ ഇതിൽ ഒരുപാട് മീറ്റ് ഇല്ലാത്തതുകൊണ്ടും കൂടുതൽ എല്ലല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ തന്നെ ഇത് പിടിച്ചോളും. അപ്പോൾ വിനിഗർ ഞാൻ ചിക്കനിലൊക്കെ ഗ്രില്ല് ചെയ്യണ പോലെ ഇതിലേക്ക് വിനിഗർ ചേർക്കാറില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഓവൻ വേണ്ട, എളുപ്പം ഗ്രില്ല് ചെയ്യും. ഇതിലധികം ഇറച്ചിയൊന്നും ഇല്ലാത്തോട്ടെ പെട്ടെന്ന് തന്നെ ഗ്രില്ലായി കിട്ടും കേട്ടോ. മട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് 100% ഉറപ്പാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. നിങ്ങൾ ഈ ഗരം മസാല പൊടിച്ചിട്ട് തന്നെ വേണം നിങ്ങൾ ഈ മട്ടൻ്റെ ഗ്രില്ല്, എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ഗ്രില്ല് ചെയ്യാനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കാലത്തെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും തരം ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഓയിൽ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രില്ല് ചെയ്യണ സംഭവങ്ങൾക്ക് ഒരു സോഫ്റ്റ്നെസ്സും കിട്ടും, പിന്നെ ഒരു ഗ്ലേസും കിട്ടും. അപ്പോൾ നമുക്കിനി ഇപ്പം ഞാൻ ഈ മാരിനേഷനിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒഴിക്കുന്നുണ്ട്. ഇനി ഒലിവ് ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കണം എന്നില്ല, അത് ഓപ്ഷണലാണ്. പക്ഷെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടും, അതുകൊണ്ടാണ് ഇത് കാണിച്ചത്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു 2 മണിക്കൂറിന് ശേഷം ഇത് പാനിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒരു തവയിലാണ് കേട്ടോ എൻ്റെ ഗ്രില്ല് ചെയ്യണ ഈ പ്രാവശ്യം. ഞാൻ ഇതിനു മുമ്പിട്ട് എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇങ്ങനെ തവയിൽ തന്നെ ഗ്രില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു തവയിൽ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്,
വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, ഫ്രൈ പോലെ അല്ലല്ലോ നമ്മൾ ചെയ്യണം. എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്ന് ചൂടാവട്ടെ. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഇതാവട്ടെ. ഇപ്പോൾ ഒലിവ് ഓയിൽ ഒരുവിധം ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി നമ്മുടെ ചോപ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ മട്ടൻ്റെ ചോപ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാണ്. ഇങ്ങനെ തന്നെ ഗ്രില്ല് ചെയ്താൽ മതി, വെറുതെ അറേഞ്ച് ചെയ്താൽ മതി, എളുപ്പമാണ്. പിന്നെ ഇതിലധികം ഇറച്ചിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ വേഗം തന്നെ ഇത് ഗ്രില്ലായി കിട്ടും. നമ്മൾ തൈരൊക്കെ ചേർത്ത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് വേഗം തന്നെ ഇത് ഗ്രില്ലായി കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഇത് ഏത് റൊട്ടിയുടെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. കൂടാതെ ഞാനൊരു അറബിക് റൈസിന്റെ റെസിപ്പി ഇട്ടില്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണം, അതിന്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷനാണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ മട്ടൻ്റെ ചോപ്സ് ഇങ്ങനെ നിരത്തി കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് ഗ്രില്ല് ചെയ്താൽ മതി. നിങ്ങളിത് ഓവനിലാണ് ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഒരു 12 മിനിറ്റ് ഒരു സൈഡ് ഗ്രില്ല് ചെയ്യുക, പിന്നെ ഒരു 12 മിനിറ്റ് ഒരു സൈഡ് ഗ്രില്ല് ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതി. അത് നിങ്ങളുടെ ഓവൻ്റെ ചൂടും ടൈമൊക്കെ അനുസരിച്ച് ഡിഫറൻസ് വരും. ആ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി കുക്കായോ ഇല്ലേന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മട്ടൻ്റെ റെസിപ്പി ഇടുന്നത് കേട്ടോ. ഞാൻ കഴിക്കാത്തത് കൊണ്ടാണ് മട്ടൺ അധികം ചെയ്യാത്തത്. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു ചോപ്സാണ്. ഇതിൻ്റെ ഗരം മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാനൊരു ഗരം മസാലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ ഗരം മസാലകൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പം ഞാൻ എൻ്റെ എല്ലാ ചോപ്സും ഇവിടെ നിരത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു സൈഡ് നമുക്കൊന്ന് ഗ്രില്ലായി വരുമ്പോൾ മറ്റേ സൈഡിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. വളരെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പിടിക്കുകയില്ല. ഇത് മട്ടൻ്റെ ചോപ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാനിൽ ചൂടുള്ള ഭാഗം ആദ്യം കുക്കായി വരും, നമ്മുടെ ഫ്ലെയിം കൂടിയ ഭാഗം, അല്ലാത്ത ഭാഗം കുറച്ചുകൂടി സ്ലോ ആവും. അപ്പം നമ്മൾ നോക്കി തന്നെ നിൽക്കുക. നമ്മൾ കുക്ക് ആവണതനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കുക, തിരിച്ചും മറിച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. നമുക്കൊന്ന് ഒരു ഫോർക്ക് വെച്ചിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് ഗ്രില്ലായോ ഇല്ലേന്ന് കേട്ടോ. പിന്നെ ഞാനിത് സെർവ് ചെയ്യണത് കുറച്ച് ജർജീർ, പിന്നെ ഒരു പട്ടാണി റൊട്ടി കൂടെയാണ് ഞാനിത് സെർവ് ചെയ്യണത്. അതുകൂടാതെ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എളുപ്പമുള്ളൊരു സാലഡാണ്. ക്യാബേജും ക്യാരറ്റും കുക്കുംബറിനെയും കൂടെ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, ഒലിവ് ഓയിൽ, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ആണ്. ഇത് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹമൂസ് ആണ്. അതിന്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരു ദിവസം ഷെയർ ചെയ്യാം. കടലൊന്നും അരക്കാതെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റണതാണ്. അപ്പൊ ഇതാണ്, നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാനും മട്ടൻ കഴിക്കാറില്ല, പക്ഷെ ഇവരെല്ലാവരും ഇത് കഴിക്കുമ്പോൾ നല്ല അഭിപ്രായം പറയാറുണ്ട്. അപ്പൊ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.